അവിടെ തന്നെ ഉണ്ടത്. യൂദയുടെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. അയാൾ ലേഖനം എഴുതിയോന്ന് ആരോ ചോദിക്കുന്നു. തൂങ്ങിച്ചാന്നതിന് മുമ്പ് അയാൾ ലേഖനം എഴുതിയോ? ഓക്കെ, യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഇത് വന്നു, യു ഗോട്ട് മെർസി, നിങ്ങൾക്ക് കരുണ ലഭിച്ചു. എന്നിട്ട് പറയുക, നിങ്ങളിൽ വന്ന കരുണയുടെ സ്വഭാവമാണിത്. ഇതിന്റെ അബണ്ടൻസ് നിങ്ങൾ ഉണ്ടാകാൻ പോവാ. ഇത് നിങ്ങളിൽ വർദ്ധിക്കാൻ പോവാ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു ഒന്നുകൂടെ. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. കരുണയും, കണ്ടോ, കരുണ, ഉറക്കെ പറ, കരുണ, സമാധാനം, സ്നേഹം. വായി തുറന്ന് പറഞ്ഞ മക്കളെ, കരുണ, സമാധാനം, സ്നേഹം നിങ്ങളിൽ ഇന്ന് വർദ്ധിക്കുകയാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇത് ലഭിച്ചു. ഏത്? പറ ഉറക്കെ പറ. നിങ്ങൾക്ക് ഇത് ലഭിച്ചു. നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങളുടെ പുറത്തേക്ക് ഒഴുകാതിരിക്കയില്ല. ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ അകത്ത് ഇതുണ്ട്. ഇനി കരുണ വരാൻ വേണ്ടി കരമടിക്കണ്ട. കാരുണ്യം വന്നപ്പോ കരുണ വന്നിട്ടുണ്ട്. നിങ്ങളിലൂടെ അത് പുറത്തേക്ക് ഒഴുകുകയാണ് ഈ ദിവസങ്ങളിൽ. നോക്കി എല്ലാ ഫ്രൂട്ടും ദൈവവചനം പറയുന്ന, ഞാൻ ഇന്ന് രാവിലത്തെ പഠനത്തിൽ ഏതാണ്ട് 7 ഫ്രൂട്ടുകൾ ഈ കരുണയിൽ നിന്നുള്ളവയാണ്. 7 ഫ്രൂട്ടുകൾ. സ്നേഹം, കരുണയിൽ നിന്ന് സ്നേഹം ആരംഭിക്കുന്നത്. ദയ, കരുണയിൽ നിന്ന് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് എനിക്ക് തോന്നുന്ന സ്നേഹം, അത് എന്നിൽ വന്ന കർത്താവിൻ്റെ കരുണയിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇവിടെ പത്രോസ് ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് കരുണ ലഭിച്ചു. യൂദയുടെ ലേഖനത്തിൽ പറയുക, വന്ന കരുണ നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്താ മത്തായി 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞ വാക്കിൻ്റെ ആശയം ഇപ്പം നിങ്ങൾക്ക് കിട്ടി. കാരുണ്യവാനാകുന്ന യേശു ആകുന്ന ഞാൻ നിന്റെ അകത്ത് വരുമ്പോൾ നിനക്ക് കരുണയുള്ളവനാകാൻ കഴിയും. ഇങ്ങനെ കരുണ ലഭിച്ച നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കരുണ ലഭിക്കും തുടർമാനമായി. എന്താ മത്തായി 5 ഇത് പറയാൻ കാര്യം? അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടർ പറയുകയാണ്, ഞങ്ങൾ കൽപ്പനകൾ മുഴുവൻ ആചരിക്കുന്നുണ്ട്, ഞങ്ങൾ പദാരം കൊടുക്കുന്നവരാ. പക്ഷെ കർത്താവ് പറയുക, നിങ്ങൾ പദാരം കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കരുണയില്ലല്ലോ. കരുണയില്ലാത്തതിന്റെ കാര്യം ഞാൻ വരാത്തോണ്ടാ. ഞാൻ വന്നാൽ നിങ്ങൾക്ക് കരുണയുണ്ടാവും. അയ്യോ, കർത്താവിൻ്റെ കരുണ കേട്ടോ. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കണ്ണോടുകൂടെ ഞാൻ ലോകത്തെ കാണുന്നതാ കരുണ. കർത്താവിൻ്റെ കണ്ണോട് കൂടെ, ഹല്ലേലൂയ. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഈ കരുണ നിങ്ങളിൽ മുളച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ ഈ കരുണ നിങ്ങളിലൂടെ പുറത്തു വരാതിരിക്കയില്ല. ഹല്ലേലൂയ. യേശുവിന് വേണേൽ പറയായിരുന്നു, ഇത്രയും സമൂഹം ഇവിടെ കല്ലെറിയാനായിട്ട് ഒരുങ്ങുന്നു, ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ കരുണ കാണിക്കുക? എത്ര ആരെതിർത്താലും നിങ്ങളെ കൊണ്ട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. സമൂഹം എതിർത്തോട്ടെ, ചുറ്റുപാട് എതിർത്തോട്ടെ, ആരെതിർത്തോട്ടെ, കരുണ എന്നത് ശ്രമമല്ല, ഫലമാകയാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലൂടെ കരുണ പുറത്തേക്ക് വരും. ഒറ്റ സന്ദർഭം കൂടെ ഒന്ന് പറയാൻ സമയം കിട്ടും. ബർത്തിമായി നിലവിളിച്ചു, ഒരേ നിലവിളി, ദാവീദ് പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ. ഓക്കെ, കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് കരുണ തോന്നിയില്ല. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, മിണ്ടരുത്, കർത്താവിനെ ശല്യപ്പെടുത്തല്ലേ, വെറുതെ കരഞ്ഞ് വെള്ളം വെക്കല്ലേ. ശിഷ്യന്മാർക്ക് കരുണ തോന്നിയില്ല, പക്ഷെ കർത്താവിന് കരുണ തോന്നി. എന്നാ കാര്യം? കർത്താവിന് കരുണ തോന്നാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതാ റോമാലേഖനം പറയുന്നത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. ആരുടെ ഒത്താശ എനിക്ക് കരുണ തോന്നാൻ വേണ്ടി വേണ്ട. ശിഷ്യന്മാർക്ക് തോന്നിയില്ല, കാരണം അവരിൽ അത് അന്ന് ഫലമായിട്ടില്ലായിരുന്നു. യേശുവിൽ അത് ഫലമായിരുന്നു. ഹല്ലേലൂയ. അവൻ അവിടെ വാട്ട് ടു സേ, വാട്ട് നോട്ട് ടു സേ. യേശുവിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? യേശു ഭൂമി വന്നിട്ട് 7 ദിവസം ഉപവാസമായിരുന്നോ കരുണ പ്രാപിക്കാൻ വേണ്ടി? ഈ നാളുകൾ എനിക്ക് കരുണ തോന്നുന്നില്ല, എനിക്ക് കരുണ തോന്നണമേ, എനിക്ക് കരുണ തോന്നണമെന്ന് പറഞ്ഞ് കർത്താവ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നോ, അവനിലുള്ളതാത്, അവിടുത്തെ ഉള്ളതാത്. അവിടുന്ന് കാരുണ്യവാനാ, അത് അവിടുത്തെ സ്വഭാവമാ.
ഹല്ലേലൂയ. ഭർത്തിമായിയെ, ഈ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് തോന്നത്തില്ല, പക്ഷെ എനിക്ക് തോന്നാതെ ഇരിക്കത്തുമില്ല. എന്നാ കാര്യം എന്നറിയോ? എൻ്റേത് ശ്രമമല്ല, ഇവരുടേത് ശ്രമമാ, എൻ്റേത് ഫലമാ. അത് ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. നിങ്ങൾ പോലും ആഗ്രഹിക്കാതെ. ഹല്ലേലൂയ. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഒരു തരത്തിലും ആ വ്യക്തിയോട് കരുണ തോന്നേണ്ട ആവശ്യമില്ല. കാരണം അവൻ ആരാന്ന് എനിക്കറിയാം. എനിക്കൊരു തരത്തിലും അവനോട് കരുണ തോന്നേണ്ട ആവശ്യമില്ല. അവൻ ആരാന്ന് എനിക്കറിയാം എന്ന് നീ പറഞ്ഞ അതേ നാവ് കൊണ്ട് പറയാൻ പോകുന്നു, എനിക്ക് എന്നാന്നറിയത്തില്ല, അവരോട് വലിയ കരുണ തോന്നുക. എനിക്ക് എന്നാന്നറിയത്തില്ല, അവരോട് കരുണ തോന്നുക. എനിക്ക് ഒരു കാരുണ്യം ഇല്ലെന്ന് പറഞ്ഞ് നീ തന്നെ പറയുന്നു, വാ നമുക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് പോകാം, ഒരു 10 കിലോ അരി മേടിച്ച് കൊടുക്കാം. അവരുടെ ഈ സ്ഥിതിയിൽ ഇത് തന്നെ നിനക്ക് വരണമടി, ഇത് തന്നെ നിനക്ക് വരണമടാ എന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് പറയാൻ പറയുന്നു, അയ്യോ വേണ്ട 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 വേണ്ട, ഇത് നിനക്ക് സംഭവിക്കണ്ട, ഈ സമയത്ത് ഞാനാ സഹായിക്കണ്ടേ. അവരതിശയിക്കും, വന്നവരതിശയിക്കും, ഇത്രയും ക്രൂരമായിട്ട് നിന്നോട് ഞാൻ ഇടപെട്ടിട്ട് നീ എങ്ങനെയാ എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്? അന്നേരം അവരോട് പറയണേ, എൻ്റെ ബ്രദറെ, ഇതെൻ്റെ ശ്രമമല്ല, എന്നീന്ന് പുറത്തു വരുവാ, ഞാൻ ശ്രമിച്ചുണ്ടാക്കുന്നതല്ല, ഇത് എന്നീന്ന് പുറത്തു വരുവാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വാസത്താൽ കാണുന്നു, ഇങ്ങനെ കരുണയുടെ നദി വ്യക്തികളിൽ നിന്ന് ഒഴുകാൻ പോവാ. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ ഈ കരുണ വന്ന് സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അത്തരത്തിൽ കരുണ നിങ്ങളിൽ നിന്ന് നദി പോലെ വിശ്വാസത്താൽ ഒന്ന് സ്വീകരിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഇറങ്ങട്ടെ. ഓരോരുത്തരുടെ മേലും ഉണ്ടത്, ഓരോരുത്തരുടെ മേലും ഉണ്ടത്. കാരുണ്യവാൻ വന്ന എല്ലാവരിലും ഉണ്ട് കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലൂടെ ഇനി പുറത്തോട്ട് ഒഴുകാതിരിക്കാൻ പറ്റത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് പുറത്തോട്ട് ഒഴുകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നിന്നിലുണ്ട്. പറ, ഇത് നിന്നിലുണ്ട്. ഇനി എവിടുന്ന് വരേണ്ട ആവശ്യമില്ല. ഇന്ന് ഉറവയുടെ കണ്ണ് തെളിക്കുമ്പോൾ ഉറവ പുറത്തേക്ക് ഒഴുകുന്ന പോലെ നിങ്ങളിലുള്ള കരുണ, യേശുവേ നന്ദി. തുടങ്ങി വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് സമയം ലഭിക്കും, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മോശയുടെ നിയമത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? യേശുവിന്റെ കൃപയുടെ ഗുണം എന്താണ്? മോശയുടെ നിയമത്തിൽ കരുണ എന്നൊരു വാക്കില്ല. ഉദാഹരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനത് വേണേ ആവർത്തിക്കാം. ഇതാ, ഈ മനുഷ്യന് ലൈസൻസ് ഇല്ല. നിൽക്കുന്ന കണ്ടാ തോന്നൂ, ലൈസൻസ് ഇല്ല. ആക്ക് വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നതേ ഉള്ളൂ, ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ബൈപ്പാസിലല്ലേ, ചങ്ങനാശ്ശേരി ബൈപ്പാസ് വെച്ച് പോലീസ് കൈ കാണിച്ചു നിർത്തി. അച്ഛൻ വിചാരിച്ചു തല നരച്ച് കണ്ട ലൈസൻസ് ചോദിക്കത്തില്ലെന്ന്. ഇപ്പോഴത്തെ SI മിടുക്കനാന്നേ. SI പറഞ്ഞു, ലൈസൻസ് എടുത്തോണ്ട് വാടോ. എന്നോടോ ലൈസൻസ് എടുത്തോണ്ട് വാടോ. നമ്മുടെ കയ്യിലില്ലല്ലോ. അവിടെ ചെന്ന് ആളോട് പറഞ്ഞു, സാറേ, ഏറ്റവും ആദ്യം ലൈസൻസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത് 2001 അന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന ചാച്ചൻ വീണിട്ട് കാലിന് പൊട്ടലുണ്ടായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി ലൈസൻസ് എടുക്കാൻ വേണ്ടി മാറ്റിവെച്ച കാശെടുത്ത് ചാച്ചന് ചികിത്സ നടത്തി. പറഞ്ഞ സത്യമാന്നേ, 2001 ചാച്ചൻ വീണതല്ലായോ? വീണതാ. അന്ന് ചികിത്സിക്കാൻ ലൈസൻസ് എടുക്കാൻ വെച്ച കാശെടുത്താണ് ചികിത്സ നടത്തിയത്. അപ്പോൾ സാറ് പറഞ്ഞു, പിന്നെയോ? സാറ് 2007 പിന്നെ ലൈസൻസ് എടുക്കാനായിട്ട് പൈസ ഉണ്ടായത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മച്ചി വീണ് നട്ടലിന് പ്രയാസമായി. കുഴമ്പെല്ലാം മേടിച്ചോണ്ട് നടക്കുന്നതിനിടയിൽ ലൈസൻസ് എടുക്കുന്ന ശരിയല്ലേ? അമ്മച്ചി വീണത് ശരിയല്ലേ? ശരിയാ.
പിന്നെ ലൈസൻസ് എടുക്കാൻ ഒരുങ്ങിയത് 2010 എൻ്റെ സാറേ 2010 ലൈസൻസ് എടുക്കാൻ എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്താ മൂത്ത മോന് ഒരു ജോലിയുടെ ക്രമീകരണമായി അവന് എൻ്റെ അനുവാദം കൂടാതെ ലൈസൻസ് എടുക്കാൻ വെച്ച കാശ് അവൻ എടുത്തോണ്ട് പോയി ആ ജോലിക്കാരന് കൊടുത്തിട്ട് അവൻ ജോലി കയറി. ശരിയല്ലായോ? പിന്നല്ലയോ. 2012 ഏറ്റവും ഒടുവിൽ ലൈസൻസ് എടുക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നപ്പോഴാ സാറേ ഞങ്ങളുടെ വീട് ഒരു കാറ്റടിച്ച് വീണ് പോയി. ഇപ്പൊ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. സംശയമുണ്ടോ ചോദിച്ചു നോക്ക്. പുതിയ വീട്ടിലാ ഇപ്പോ. 2012 ഒരു കാറ്റടിച്ച് ഞങ്ങളുടെ പഴയ വീട് വീണ് പോയി. അന്നും ലൈസൻസ് എടുക്കാൻ ഒത്തില്ല. ഈ 4 ഉപാധികൾ പറഞ്ഞതും സത്യമാ. ആദ്യത്തെ അപ്പച്ചന്റെ വീഴ്ച സത്യമാ, രണ്ടാമത്തെ അമ്മച്ചിയുടെ വീഴ്ച സത്യമാ, മോന്റെ ജോലി സത്യമാ, വീട് ഇടിഞ്ഞു പോയെന്നുള്ള സത്യമാ. 2013 എടുക്കാൻ ഒരുങ്ങിയപ്പോഴാ അന്ന് പോയ വഴിക്ക് ആള് വീണു. സത്യമല്ലായോ? അത് ഈയിടെ നമ്മളെല്ലാവരും കാണാൻ പോയതല്ലായോ? സോഹൻ സാർ ഞങ്ങളെല്ലാവരും ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. സത്യമല്ലായോ? ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. 2013 വീഴ്ചയുടെ അടയാളം കാണിച്ചു. സാറേ ഇത് കണ്ടോ, ഇത് കണ്ടോ സാറേ, ഇത് കണ്ടോ സാറേ, ഇതാ ആ വീഴ്ചയുടെ പാട് എന്ന് കാണിച്ചു. ഈ അവസ്ഥ മുഴുവൻ തുറന്നു പറഞ്ഞപ്പം അച്ഛൻ പ്രതീക്ഷ എന്നാന്നറിയോ? അപ്പൻ്റെ പ്രായം ഉണ്ടല്ലോ, എന്നാ SI കരുണ കാണിക്കുമായിരിക്കും. സാരമില്ല അച്ഛായ, ഇനി അമ്മ വിടാതെ സൂക്ഷിക്കണം. അടുത്ത പ്രാവശ്യമെങ്കിലും ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് വിടുമെന്നാ അച്ഛൻ വിചാരിച്ചേ. പക്ഷേ അച്ഛനെ ചെയ്ത എന്നാന്നറിയോ? അച്ഛൻ ഈ വകുപ്പെല്ലാം പറയുന്നത് SI കേട്ടോണ്ടിരുന്നിട്ട് വണ്ടിയുടെ താക്കോല് ഊരിക്കൊണ്ട് SI ഒരു പോക്ക് പോയി. അച്ഛനാകെ അന്താളിച്ച് നിൽക്കുക. സാറേ സാറേ സാറേ, ഞാൻ ഈ പറഞ്ഞ എല്ലാം സത്യമാ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. ഈ പാട് കണ്ടോ? അല്ലെ എൻ്റെ അമ്മയോട് ചോദിച്ചു നോക്ക്, അമ്മ വീണതാ, എൻ്റെ വീട് ഇടിഞ്ഞതാ. ഈ പറഞ്ഞതെല്ലാം സത്യമാ. ശരിയാ, ഈ പറഞ്ഞതെല്ലാം സത്യമാ. SI ഇങ്ങോട്ട് പറയും, കരുണ കാണിക്കാൻ നിയമം സമ്മതിക്കത്തില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് നിങ്ങൾ പറയുന്ന വാക്കിലൂടെ എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ നിയമം വിട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഓടിച്ചതിൻ്റെ പിഴ അടച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അവസാനം വണ്ടിയുടെ താക്കോലും വലിച്ചൂരി പെരുവഴിയിൽ ഈ മനുഷ്യൻ നിൽക്കുക. ഒടുവിൽ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്നു. എത്ര നാള് ഈ അപരാധം ചെയ്തോ അത്ര നാളത്തെയും അപരാധത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത ശേഷമാണ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. ശരിയല്ലായോ? ശരിയാണ്. ഹല്ലേലൂയ. എന്നാ കാര്യം? പറഞ്ഞതെല്ലാം സത്യമല്ലേ? പറഞ്ഞതെല്ലാം സത്യമല്ലേ? കരുണ കാണിക്കാൻ പറ്റുകയില്ല. SIക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, SIയുടെ നിയമം അത് സമ്മതിക്കുന്നില്ല. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ പ്രശ്നം. ഇതായിരുന്നു ന്യായപ്രമാണം ലഭിച്ച മനുഷ്യന്റെ പ്രശ്നം. കരുണ കാണിക്കാൻ ഒക്കത്തില്ല. കാരണം കരുണ കാണിക്കാൻ നിയമത്തിനകത്ത് ഉപാധിയില്ല. എന്നാൽ കർത്താവ് എന്നാ ചെയ്തതെന്നറിയോ? ഇവിടെയാ എനിക്ക് യേശുവിനോടുള്ള സ്നേഹം തോന്നുന്നേ. ആ പെരുവഴിയില് ലൈസൻസ് ഇല്ലാതെ ഈ മനുഷ്യൻ നിന്നപ്പോ കർത്താവ് കുറച്ചുകൂടി ആശയത്തിന് ഒരു വൈരുദ്ധ്യം വരും. എന്നാണ് ഞാൻ ആശയം വിശദമാക്കുക. ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവ് എന്നാ ചെയ്തതെന്നറിയോ? കർത്താവ് പെരുവഴി നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് കരുണ തോന്നിട്ട് പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ വെറുതെ വിട്ടേരെ, പകരം ആ സ്ഥാനത്ത് ഈ കേസ് എൻ്റെ പേരിൽ ഇട്ടേരെ, എനിക്ക് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഇഷ്ടമുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഇവിടെ യേശുവിൽ പുറത്തു വന്നത് കരുണയാ. ഇവിടെ യേശുവിൽ പുറത്തു വന്നത് കരുണയാ. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൽ പുറത്തു വന്നത് കരുണയാ. ഈ കരുണ പുറത്തു വന്നത് കർത്താവ് ശ്രമിച്ചിട്ടല്ല. കർത്താവിന് ഈ മനുഷ്യൻ വഴി നിൽക്കുന്നത് കണ്ടാൽ ഇട്ടേച്ചു പോകാൻ ഒക്കത്തില്ല. പിതാവ് വഴക്ക് പറയുന്നതുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് പിണങ്ങുന്നതുകൊണ്ടല്ല, കർത്താവിന് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് കാരുണ്യവാനാ. കരുണയുടെ ഉറവിടമാ. അവനിൽ നിന്ന് ഈ കരുണ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കയാ.
ഇപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കിന്റെ ആശയം ആർക്കൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കാരുണ്യവാനായ ഞാൻ വന്ന് കരുണ ഉണ്ടായവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഇനിയും കരുണയുടെ കണ്ടിന്യൂവിറ്റി ഉണ്ടാകും, കരുണയുടെ തുടർമാനത ഉണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നു ഈ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവിന്റെ കരുണ നിങ്ങളിലൂടെ ഒരു അണ പൊട്ടി ഒഴുകുന്നത് പോലെ പുറത്തേക്ക് ഒഴുകിയിട്ട് കരുണയുടെ സാഗരത്തിൽ ക്രൂരനായ കഠിന ഹൃദയമുള്ള പല ഹൃദയങ്ങളെയും കർത്താവ് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരമടിച്ചു തന്നെ കർത്താവിനെ സ്തുതിച്ചു. യേശുവേ ഹല്ലേലൂയ. കരുണ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഇറങ്ങുന്നു. കരുണയുടെ പിന്നിലെ പേഴ്സൺ ജീസസ്. കരുണ എന്ന ഉപദേശമല്ല, കരുണ എന്ന വാക്കല്ല, കരുണയ്ക്ക് പിന്നിലെ വ്യക്തി ഇതിനകത്ത് ഇറങ്ങുന്നു. എന്നെ കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന ക്രമത്തിൽ കർത്താവിന്റെ കരുണ നിങ്ങളെ മാടി വിളിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഇപ്പോൾ തന്നെ പലരുടെ ഉള്ളിലും കരുണ ലഭിച്ചു. പറ എനിക്ക് കരുണ ലഭിച്ചു. ഉറക്കെ പറ, എനിക്ക് കരുണ ലഭിച്ചു. ഓരോ മക്കളുടെ ഉള്ളിൽ നിന്നും കർത്താവിന്റെ കരുണ. ഓഹോ, എബ്രായർ 8:11. ഒരു വാക്യം കൂടെ പറയണം മോനെ. നിക്ക്, ഒരു വാക്യം കൂടെ പറയണം. എബ്രായ ലേഖനം ഒന്ന് എടുക്കാമോ നിങ്ങൾക്ക്? എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും. കണ്ടോ, പിന്നെ അതേ പദം, ലഭിക്കണം. യു ഹാവ് ടു ഗെറ്റ്. കരുണ ലഭിക്കണം. വചനം പറയാ, അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എന്തിനാ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നേ? തുടങ്ങ്. അതുകൊണ്ട് കരുണ ലഭിക്കാൻ. അവിടെ ആ കരുണ ഇവിടെ ഇട്ട് എത്ര ഉരുട്ടി പിടിച്ചാലും ഇതൊന്നും ഉണ്ടാകുകയില്ല. കരുണയില്ലാത്ത ആൾക്കാരെ വഴക്കും പറയണ്ട. കരുണ ഇല്ലല്ലേ, കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകുകയില്ല. ചുമ്മാരി. കരുണ ഇല്ലാത്തത് കാരുണ്യമാൻ വരാത്തോണ്ടാ. അതിന് മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? കീറിക്കളയെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എന്നാ കാര്യം? കീറിക്കളയും. നിനക്ക് കരുണയില്ലല്ലേ, നരകം കത്തുന്നു, പുഴു ചാകുന്നില്ല. കരുണ ഉണ്ടാകണമെങ്കിൽ കാരുണ്യമാൻ അകത്തുണ്ടെന്ന് പഠിപ്പീര്. അവരുടെ പരിജ്ഞാനത്തിൽ അവരെ വളർത്ത്. കാരുണ്യവാനുള്ള നിനക്ക് കരുണ ഉണ്ടാകുന്നല്ല, കരുണ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പഠിപ്പീര്. ഇവിടെ പറയുക, തൽസമയത്ത്, റൈറ്റ് ടൈമിൽ, right mercy is ready for you. Approach the throne of grace for the mercy. Merciful seat is ready. Throne of grace is ready. കൃപയുടെ സിംഹാസനം തയ്യാറാണ്. വായിച്ചോ വാക്ക്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അയ്യോ, അടുത്ത് ചെന്നവനോട് 8:12 പറയുക. 8:12, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കരുണയുള്ളവനാകും. ഞാൻ ഇനി അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കത്തില്ല എന്ന് കർത്താവ് കൃപയുടെ സിംഹാസനത്തിൽ. Throne of grace is ready. കൃപയുടെ സിംഹാസനം തയ്യാറാണ് അടുത്തു വരുന്നവന് കരുണ തരാൻ. അയ്യോ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ഇന്നെ ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്ന മക്കളെ, ഒരു ക്രൂരനായിരിക്കാം നിങ്ങൾ. കണ്ണിച്ചോരയില്ലാത്ത വ്യക്തി. കണ്ണിൽ ചോര വന്നാലും വലിയ പാടാ കേട്ടോ, കാണാനൊക്കെ പാടാ. കണ്ണിച്ചോരയില്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഇങ്ങനെ പറയാറില്ല, അറുത്ത കൈക്ക്. എന്തിനാ ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്നത്? ഒന്നുകൂടി നീറാൻ വേണ്ടിയായിരിക്കും. ഞാൻ ചിന്തിക്കായിരുന്നു, എന്നത്തിനാ പിന്നെ ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്നത്? അറുത്ത കൈക്ക് വല്ല മരുന്നും അല്ലേ പറഞ്ഞിട്ടേ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ പിശുക്കൻ.
എന്തേലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? എന്നതേലും കൊടുക്കുമോ വല്ലവർക്കും? കരുണ, കരുണ ഇതങ്ങോട്ട് വെളിപ്പെട്ട് കഴിയുമ്പോഴാ, ഹല്ലേലൂയ, ഇട്ട ഉടുപ്പും കൂടെ ചിലപ്പോൾ നീ ഊരി കൊടുത്തേച്ചിട്ട് വരും. കർത്താവേ, ഇങ്ങനെ എന്നെ നിന്റെ വചനം മാറ്റുമെന്ന് ഞാൻ ചിന്തിച്ചില്ല കർത്താവേ. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിക്കാമോ? കൃപ ഒരു നദി പോലെ ഒഴുകുവാൻ തയ്യാറായി നിൽക്കുന്നു പ്രിയരെ. ഇവിടെ നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുക, കൃപയുടെ സിംഹാസനത്തിലോട്ട് വാ, ധൈര്യത്തോടെ. 4:12 കണ്ടില്ലേ? അതുകൊണ്ട് ഇനി പേടിക്കണ്ട, നിങ്ങൾക്ക് കരുണ അവിടുന്ന് ലഭിക്കും. കാരണം അത് കരുണയുടെ ഉറവിടമാണ്, കരുണ സാഗരമാണ്. അവിടുന്ന് നിങ്ങൾക്ക് കരുണ ലഭിക്കും. അങ്ങോട്ട് അടുത്ത് വാ, അങ്ങോട്ട് അടുത്ത് വാ, നിങ്ങൾക്ക് അത് അവിടുന്ന് ലഭിക്കും. എത്ര പേര് അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു? മത്തായി 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പം മനസ്സിലായി അല്ലേ? കരുണ എന്ന ഫലം ഉണ്ടാകാത്ത ആത്മീക അഹങ്കാരം അകത്തു പിടിച്ചവനോട് യേശു പറയുക, എന്നെ കൂടാതെ ഒന്നുമില്ല മോനെ, ഞാൻ വന്നാലേ കരുണ ഉണ്ടാകുള്ളൂ. ഇന്നിപ്പോൾ പതാരം കൊടുക്കാൻ ജീരകമൊക്കെ മാറ്റി വെക്കുന്ന കാര്യം അറിഞ്ഞായിരുന്നു. പക്ഷേ അല്ലേ, കരുണ എന്ന് പറയുന്ന കൽപ്പന മറന്നുപോയോ? മറന്നുപോയതല്ല, ഇച്ചിരി കനവാ ചുമക്കാൻ, പാടാ ചുമക്കാൻ, ചെയ്ത് രക്ഷപ്പെടാൻ പാടാ. അതുകൊണ്ട് ഞാൻ പറയാ, ഒന്നും ചെയ്യണ്ട, കാരുണ്യവാനായി ഞാൻ വന്നിട്ട് ന്യായപ്രമാണം പറഞ്ഞ കരുണ നിന്നിലൂടെ പുറത്തു കൊണ്ടിരിക്കാം. ബിലീവ് മീ, ട്രസ്റ്റ് മീ, എന്നെ ഒന്ന് ആശ്രയിക്ക്, ഞാനാ കാരുണ്യവാൻ. എൻ്റെ കരുണ ഒരു നദി പോലെ നിനക്ക് വേണ്ടി ഒഴുക്കാം. ഓ, എല്ലുകളില്ല. എത്ര വർഷമായി? 7 വർഷം ഈ സ്ഥിതിയിലാണ്. ബോൺ ക്യാൻസർ ആണ്. മൊത്തം പോയി. എവിടുത്തെ എല്ലുകളില ക്യാൻസർ? നട്ടല്ല, ഫുള്ള് പോയി. കർത്താവിന് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? പറ. ഒരു ചൂടില്ലല്ലോ, മഴയായോണ്ടാണോ? എന്റെ യേശുവേ, ക്യാൻസർ എല്ലാം കൂടി അങ്ങോട്ട് അഴിയട്ടെ. നിവർന്നേ, അങ്ങോട്ട് നിവർന്നേ. കർത്താവിന്റെ ജീവൻ അങ്ങോട്ട് മാറി. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ ജീവൻ അടിക്കട്ടെ. യേശുവിന്റെ ശക്തി അടിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. ഓ, ഈ മകളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇവളുടെ ശരീരത്തിലേക്ക് ആ ജീവൻ കയറുന്നുണ്ട്. ക്യാൻസർ ഇല്ലാത്ത പുതിയ എല്ലുകൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ബോണുകൾ കർത്താവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. ഇന്ന് എഴുന്നേറ്റില്ല, പിന്നെ ഇനി എന്ന് എഴുന്നേക്കാനാ? ആ, പൊങ്ങങ്ങോട്ട്, അങ്ങോട്ട് പൊങ്ങമ്മ, അങ്ങോട്ട് പൊങ്ങ, കാലങ്ങോട്ട് എടുത്തു വെക്ക. ഞങ്ങളാരും അല്ല, കർത്താവാ പിടിച്ചിരിക്കുന്നത്, കർത്താവാ പിടിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അങ്ങോട്ട്, ഒരുത്തരം പിടിക്കണ്ട, യേശുവാ പിടിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചേ, സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചേ. ആ, അങ്ങ് പോട്ടെ വണ്ടി, അങ്ങ് പോട്ടെ വണ്ടി. ആ, പിന്നല്ല, അങ്ങ് പോട്ടെ. കരം അടിച്ചോ യേശുവിനെ. ഇതെന്താ നോക്കിയേ, ഈ നട്ടലിന്റെ കെട്ടല അഴിച്ചോ. ഇങ്ങോട്ട് വാ, ഇതിന്റെ കെട്ടല അഴിച്ചോ. ഇനി ഈ കമ്പിയലൊന്നും അല്ല യേശു ഇത് നിൽക്കുന്നേ, ഈ കമ്പിയലൊന്നും അല്ല ജീവൻ ഇനി നിൽക്കുന്നേ.
കർത്താവിലാ ജീവൻ നിൽക്കുന്നത്. യേശുവിൻ്റെ ഇനി ജീവൻ നിൽക്കുന്നത് ഈ പുറത്തു ഇട്ടിരിക്കുന്ന ഈ വലിയ കമ്പിയില്ലേ, ഇതേലല്ല, അതേലായിരുന്നു. കർത്താവിൻ്റെ മകളെ, പ്രിയ പുത്രിയെ, അഴിച്ചേ, കേട്ടഴിച്ചേ, അഴിച്ചേ. ആരാധന സ്തുതി എന്നും അവന്, ആരാധന 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 സ്തുതി എന്നും അവനെ. ഈ ദിവസങ്ങളിൽ യേശുവിലുള്ള കാരുണ്യം ഒരു നദി പോലെ അവരിൽ നിന്ന് ഒഴുകട്ടെ, അവരിൽ നിന്ന് ഒഴുകട്ടെ. കരുണ അവരുടെ ശ്രമമല്ലല്ലോ, കാരുണ്യവാനിൽ നിന്ന് അവർക്ക് ലഭിച്ചതാകയാൽ, ഫ്രീ ഗിഫ്റ്റായിട്ട് മേഴ്സി അവർക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ഈ നിന്റെ മക്കളുടെ സകല ജീവിതത്തിന്റെ മേഖലകളിലും കരുണ അവരിലൂടെ ഒഴുകട്ടെ. നീ എങ്ങനെയാ ഇങ്ങനെ കൃപാലുവാകുന്നത് എന്ന് മറ്റുള്ളവർ ചോദിക്കത്തക്ക തരത്തിൽ കൃപാലുവായി മനുഷ്യർ മാറട്ടെ. കാരണം ഇവർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല, കരുണ ലഭിക്കാൻ വേണ്ടി യാചിക്കുന്നവരല്ല, ഇവർ കരുണ ലഭിച്ചവരാ. ഈ മക്കൾ കരുണ ലഭിച്ചവരാ. ഇവരിൽ അതുണ്ടല്ലോ. ആ പരിജ്ഞാനത്താൽ അവരെ നിറച്ചതിന് നന്ദി. ഉണ്ടെന്നുള്ള അറിവിനാൽ ഒരു നദി പോലെ അത് പുറത്തേക്ക് ഒഴുകുന്നതിനായിട്ട് നന്ദി. അനേകർക്ക് ഇവരിലൂടെ കരുണ ലഭിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ